ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിഷിനെ ഞാൻ ഇങ്ങനെ ആക്കിയ വ്ളോഗാണ്. രാത്രി ഇൻഫ്യൂസ് ചിക്കൻ കഴിക്കാൻ ഒരു ക്രീമിങ് വന്നപ്പോൾ പ്ലേറ്റിലേക്കും പോകുന്നു. ഇറ്റാലിയൻ ക്ലാസിക് ക്രീമിയും ചില്ലി മക്രീമിയും കഴിഞ്ഞ തവണ കഴിച്ചുകൊണ്ട് ഇത്തവണ ഇന്ത്യൻ ചില്ലി ബാണാണ് പറഞ്ഞത്. ഇപ്രാവശ്യം ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെന്നെ കിച്ചൻ്റെ അകത്ത് കയറ്റി എന്നെ എല്ലാം കാണിച്ചു തന്നു. ഇത് ഉണ്ടാക്കുന്നത് വേറൊരു മെഷീനിലാണ്, അതൊരു കസ്റ്റമൈസ്ഡ് മെഷീനാണ്. അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി ഇവരുടെ നഷ്ടപ്പെടേണ്ടെന്ന് വെച്ച് ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ നേരിട്ട് കണ്ടു. ഒരുപാട് മണിക്കൂർ എടുത്ത് സ്ലോ കുക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. 4 ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണിത്. തായ്ലൻഡിൽ ഫേമസ് ആയ ശ്രീരജ സോസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കിച്ചൺ ടൂർ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ സാധനം വന്നു. ആദ്യം തന്നെ ഇവർ ഫ്ലെയിമർ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് മാത്രമല്ല ഭയങ്കര ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൻ്റെ ഫോട്ടോ റീൽസ് എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും വരുന്നത് ഈ ഒരു കത്തിക്കൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. എനിക്കിതൊരു വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്ലോ കുക്ക്ഡ് കിഡിലൻ ചിക്കൻ ഡിഷായിട്ടാണ് എനിക്ക് എന്നും ഫീൽ ആയിട്ടുള്ളത്. 3ാമത്തെ തവണ ഞാനിത് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കത് ഉറപ്പിച്ച് പറയാം. ഇവിടെ ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണെങ്കിൽ അത് ഈ കുബൂസാണ്. പക്ക ഫ്ലൈൻ ഡിസ്ക്. റുമാലി റൊട്ടി തരക്കേടില്ലായിരുന്നു, പക്ഷേ ഇവിടുത്തെ കറി സൂപ്പർ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള അവസരം തരില്ല. പിന്നെ ചിക്കൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഇളം ചിക്കനാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല കിടലായിട്ട് വെന്തിട്ടുണ്ട്. മന്തി ലെവൽ വേവാണ് സംഭവത്തിന്. സ്ലോ കുക്കിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഓരോ എല്ല് വീതം നിങ്ങൾക്ക് ഊരിയെടുക്കാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് അതും കൂടെ കാണാൻ പറ്റും. ഇൻഫ്യൂസ് ചിക്കൻ പിന്നെ ഹാഫ് പോർഷനും ഫുൾ പോർഷനിലും മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഹാഫ് പോർഷനാണ്. ഒറ്റയ്ക്ക് കഴിക്കാൻ വരുമ്പോഴേക്കും ഹാഫ് പോർഷൻ ഒരു പൊടിക്ക് കൂടുതലായിട്ട് തോന്നും. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന് 2 ഫ്ലേവേഴ്സ് വേറെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിൽ ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. എന്തായാലും വളരെ എൻജോയ് ചെയ്താണ് ഞാൻ ഈ ഫുഡ് കഴിക്കുന്നത്. പൊതുവേ എനിക്കിപ്പോൾ ചിക്കൻ ഡിഷസിനോട് ഭയങ്കര താല്പര്യക്കുറവുണ്ട്. പക്ഷേ ഷവായി ആയാലും ഇങ്ങനത്തെ ഡിഷസ് ആയാലും ഒക്കെയാണ് എനിക്കിപ്പോൾ കൂടുതലും ചിക്കനിൽ താല്പര്യം. പിന്നെ ഫ്രൈഡ് ചിക്കനും എനിക്കിഷ്ടമാണ്, ബ്രോസ്റ്റഡ് ചിക്കനും എനിക്കിഷ്ടമാണ്. അല്ലാതെ കറിയായിട്ടൊന്നും കഴിക്കാൻ ഇപ്പോൾ വലിയ മൈൻഡില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ചിക്കൻ കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഡിഷുകളാണ് കഴിക്കാൻ ശ്രമിക്കാറുള്ളത്. കൂടെ ഞാനൊരു മിക്സ് ഫ്രഷ് ലൈം സോഡ ഓർഡർ ചെയ്തു, അത് അടിപൊളിയായിരുന്നു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇതുവരെ ഇവിടെ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഇവരുടെ ഏത് ഔട്ട്ലെറ്റ്സ് എടുത്ത് നോക്കിയാലും എനിക്ക് ചിക്കൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ശരി, സ്വാദാണെങ്കിലും ശരി, സർവീസ് ആണെങ്കിലും എല്ലാം പക്കയായിട്ടാണ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിനകത്തുള്ള ഓരോ എല്ലും പെറുക്കി നിങ്ങൾക്ക് എടുത്ത് മാറ്റാൻ പറ്റും എന്നുള്ളത്. ഇത് വെറുതെ പിടിക്കുമ്പോൾ തന്നെ എല്ലൊക്കെ ഊരി അങ്ങ് പോരും. അത്ര സൂപ്പറായിട്ടാണ് ഇത് സ്ലോ കുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 4 ഫ്ലേവറിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ പലതരം ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടും. അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചിക്കൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, കിഡിലിനാണ് പ്ലേറ്റിൽ. മൊത്തം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലേറ്റ് ഇരിക്കുന്ന നോക്കിയാൽ ഓരോ എല്ല് വിധം നിങ്ങൾക്ക് കാണാം. ആ ഒരു തുള്ളി ചാറ് പോലും ഞാൻ വേസ്റ്റ് ചെയ്തില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിവതും ഞാൻ എപ്പോഴും കഴിച്ച് തീർക്കാൻ ശ്രമിക്കും. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കഴിവതും ഒരു ഫുഡ് കഴിച്ച് തീർക്കാൻ ശ്രമിക്കും. കാരണം ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. 395 രൂപയാണെങ്കിൽ എല്ലാം കൂടി ബില്ലായത്. ഞാൻ കാർഡാണ് ഇവിടെ പേ ചെയ്തത്. എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഹെർബ്സും കൂടി എനിക്ക് ഒരു ദിവസം വന്ന് കഴിച്ചു നോക്കണം. എന്തായാലും ഇതെൻ്റെ ഒരു ഇഷ്ട വിഭവമായി മാറി.